ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആഴക്കടൽ ധാതുഖനനത്തിലെ നിയമ ഭേദഗതി ഉപേക്ഷിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കി. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി. സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 265 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം തടസ്സപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രൂക്ഷമായ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങളിൽ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയിരുന്നു. 23 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഗൌനിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആശാപ്രവർത്തകർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതും ഇൻസെന്റീവ് നൽകുന്നതും കേരള സർക്കാരാണെന്ന് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സംസ്ഥാനത്ത് 13,000 രൂപ ഒരാശയ്ക്ക് ലഭിക്കുന്നതിൽ 7,000 രൂപ സംസ്ഥാന സർക്കാരാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ആശമാരെ മുഖ്യമന്ത്രി നേരിൽ വിളിച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് പിരിഞ്ഞ സഭ ഈ മാസം 10-ന് വീണ്ടും സമ്മേളിക്കും. കേരള തീരത്തെ ആഴക്കടൽ ധാതുഖനനവുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതി ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐകകണ്ഠ്യേന പാസാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ബഹളത്തിനിടെ പ്രമേയം സഭ വേഗത്തിൽ പാസാക്കുകയായിരുന്നു. ആഴക്കടൽ ആവാസ വ്യവസ്ഥയെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗ്ഗത്തെയും കേന്ദ്ര നിയമം പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക പ്രമേയം പങ്കുവയ്ക്കുന്നു. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി. 25 വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയിരിക്കുന്നത്. രേഖാമൂലമുള്ള അനുമതി കൂടി ലഭിക്കുന്നതോടെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. തുരങ്കപാത നിർമ്മാണം പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് നിർമ്മാണം നടത്തുക, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുക, ടണൽ റോഡിന്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നതിന് കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക, അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിൽ വനഭൂമി ഏറ്റെടുക്കുക തുടങ്ങിയ നിബന്ധനകളാണ് സമിതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. EC വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഓരോ 6 മാസവും യോഗം ചേരുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ഇതെല്ലാം പാലിക്കുമെന്ന് കരാർ കമ്പനികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് പുനരധിവാസം സമയബന്ധിതമായാണ് നടക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഈ മാസം തന്നെ ടൌൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനായി യാതൊരു ബാധ്യതകളുമില്ലാത്ത ഭൂമികളാണ് ഏറ്റെടുക്കുക. വാടക വീടുകളിൽ ഉൾപ്പെടെ കഴിയുന്ന ദുരിതബാധിതർക്ക് ഈ മാസം മുതൽ 1000 രൂപയുടെ സപ്ലൈകോ കാർഡ് നൽകുമെന്നും അതുവഴി അവശ്യ വസ്തുക്കൾ വാങ്ങാമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായാണ് വിവരം. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലെത്തി ശ്രീ സുരേഷ് ഗോപി ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് ഹൈക്കോടതി. റാഗിംഗ് കേസുകൾ സംസ്ഥാനത്ത് കൂടിവരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ സംസ്ഥാനത്തെത്തും. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പരിപാടിയുടെ അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് മറ്റന്നാൾ കൊല്ലത്ത് തുടക്കം. സിപിഐഎം കോർഡിനേറ്ററും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
ഈ മാസം 9 വരെ നീളുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് 486 പ്രതിനിധികളും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള 44 നിരീക്ഷകരും അതിഥികളും പങ്കെടുക്കും. ആശാപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മാർച്ച് നടത്തി. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നത് ന്യായമായ ആവശ്യമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് നാളെ തുടക്കം. രാവിലെ 10-ന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ലോക പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഈ മാസം 13-നാണ്. പൊങ്കാലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്ക് മികച്ച സൌകര്യങ്ങളും കനത്ത സുരക്ഷയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്ര പരിസരങ്ങളിലും വഴികളിലുമായി 179 CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്ര പരിസരത്ത് പോലീസ് കൺട്രോൾ റൂമും വനിതാ ഹെൽപ്പ് ലൈനും പ്രവർത്തിക്കും. അന്നദാനം, വെടിവഴിപാട്, ആന എഴുന്നള്ളിപ്പ് എന്നിവിടങ്ങളിലെ തിരക്കൊഴിവാക്കാനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗിനായി 30 ഗ്രൌണ്ടുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. പൊങ്കാല ദിവസമായ 13-ന് അന്നദാനം നടത്തുന്നവർക്ക് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ഉത്സവത്തോടനുബന്ധിച്ച് KSRTC 700 സർവീസുകൾ അധികമായി നടത്തും. 7 സ്പെഷ്യൽ ട്രെയിൻ സർവീസും അനുവദിച്ചിട്ടുണ്ട്. ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. 13 കെട്ടുകാഴ്ചകളാണ് കാഴ്ചകണ്ടത്തിൽ അണിനിരക്കുന്നത്. കുത്തിയോട്ട സമർപ്പണം ഉച്ചയോടെ പൂർത്തിയായി. ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ സുരക്ഷാ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഭ്യർത്ഥിച്ചു. തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേൽ പെരേരയുടെ വീട് സന്ദർശിച്ചതിന് ശേഷമാണ് ഇടപെടൽ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ രാത്രി കസ്റ്റഡിയിൽ എടുത്തതായാണ് റിപ്പോർട്ടുകൾ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 265 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവർ അവസാനിക്കാൻ 3 പന്ത് ബാക്കി നിൽക്കെ പുറത്താവുകയായിരുന്നു. 73 റൺസെടുത്ത ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്താണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് ഷമി 3-ഉം വരുൺ ചക്രവർത്തി, രവീന്ദ്ര ജഡേജ എന്നിവർ 2 വിക്കറ്റ് വീതവും അക്ഷർ പട്ടേൽ, ഹർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ FC ഗോവ ഇന്ന് മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 96 പോയിന്റ് താഴ്ന്ന് 72,990-ലും നിഫ്റ്റി 37 പോയിന്റ് നഷ്ടത്തിൽ 22,083-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 560 രൂപ കൂടി 64,080 രൂപയും ഗ്രാമിന് 8,010 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും 89 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. കുണ്ടായിത്തോട് സ്വദേശി അജിത്തിനെയാണ് ബംഗളൂരുവിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ വന്നിറങ്ങുന്നതിനിടെ പോലീസ് പിടികൂടിയത്. പിടികൂടിയ മയക്കുമരുന്നിന് 3.5 ലക്ഷം രൂപ വില വരും. വനാവകാശ നിയമം ഉപയോഗപ്പെടുത്തി പട്ടികവർഗ്ഗക്കാർക്ക് കൂടുതൽ കൃഷിഭൂമി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി OR കേളു. പത്തനംതിട്ട ജില്ലയിലെ പട്ടികവർഗ്ഗ ഊരുകളിൽ നിന്നെത്തിയ മൂപ്പന്മാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഊരുകൂട്ടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി വികസന പദ്ധതികളുടെ പൂർത്തീകരണം വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉന്നതികളിലെ വിവിധ വികസന വിഷയങ്ങളും കൃഷിയും വന്യമൃഗശല്യവും മൂപ്പന്മാർ മന്ത്രിയുമായി പങ്കുവച്ചു. പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി വട്ടവടയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ അവസാനിച്ചു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ വട്ടവട പഞ്ചായത്തിലേക്ക് കടത്തിവിട്ടില്ല. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും ഉൾപ്പെടെയുള്ള യാത്രാ ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിലാണ് ഹർത്താൽ നടത്തിയത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ 11 മാസം പിന്നിടുമ്പോൾ വരുമാനം 5000 കോടി കടന്ന് രജിസ്ട്രേഷൻ വകുപ്പ്. ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്തതിലൂടെയാണ് 5013 കോടി രൂപ വകുപ്പ് സമാഹരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ആഴക്കടൽ ധാതു ഖനനത്തിലെ നിയമ ഭേദഗതി ഉപേക്ഷിക്കണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐകകണ്ഠേന പാസാക്കി. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയുടെ അനുമതി. സംസ്ഥാനത്ത് റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 265 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.